5 മാസം മുമ്പ് കലാഭവൻ നവാസ് ഭാര്യ രഹിനയ്ക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ആ ഗാനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. ആ ഗാനം ആലപിച്ച് തിരിച്ചെത്തിയ നവാസ് രഹിനയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഏറെ നോവാകുന്നത്. 5 മാസം മുൻപാണ് നവാസിന്റെ മറന്നുവോ സഖി എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയത്. ഈ ആൽബത്തിൽ നവാസും രഹിനയെ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മനോഹരമായ ഗാനം വളരെ ഹൃദ്യമായി നവാസ് ആലപിക്കുകയും ചെയ്തിരുന്നു. റിയാസ് പട്ടാമ്പി രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിലെ ഗാനം ആലപിച്ച് തിരിച്ചെത്തിയപ്പോൾ നവാസ് രഹിനയോട് പറഞ്ഞത്, ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടിയാണ്. എന്റെ മരണശേഷവും നിനക്കത് ഓർത്തുവെക്കാം. എന്നാൽ ഇപ്പോൾ ഈ വാക്കുകൾ അച്ചട്ടായതിന്റെ വേദനയിലാണ് നവാസിനെയും രഹിനയെയും സ്നേഹിക്കുന്നവരെല്ലാം. നവാസിന്റെ ശബ്ദത്തിലുള്ള ആ ഗാനം നടന്റെ മരണശേഷം കേൾക്കുന്ന രഹിനയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. 2002 നവാസും രഹിനയും വിവാഹിതരാകുന്നത്. നടിയായിരുന്ന രഹിനയെ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നവാസ് കാണുന്നത്. 2002 ഇരുവരുടെയും വിവാഹം. വിവാഹത്തിന് ശേഷം രഹിന അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ അടുത്തിടെ കലാഭവൻ നവാസ് പ്രധാന വേഷം ചെയ്ത ഇഴ എന്ന ചിത്രത്തിൽ രഹിന അഭിനയിച്ചിരുന്നു. നവാസിന്റെ ഭാര്യയായിട്ടാണ് ഇഴയിൽ രഹിന അഭിനയിച്ചത്. നഹ്റിൻ, റിദ്വാൻ, റിഹാൻ എന്നിവരാണ് മക്കൾ. നഹ്റിൻ നവാസും അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. കൺഫെഷൻസ് ഓഫ് കുക്കു എന്ന ചിത്രത്തിലാണ് നഹ്റിൻ പ്രധാന വേഷത്തിലെത്തിയത്.